പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരെ നാളെയും മറ്റന്നാളുമായി തെരഞ്ഞെടുക്കും. നാളെ കോർപ്പറേഷൻ നഗരസഭാ അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും തെരഞ്ഞെടുക്കും. ശനിയാഴ്ചയാണ് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുക. റീനു ശ്രീധർ, വിപിൻ സി വിജയൻ, സമീർ സി മുഹമ്മദ്, സൂരജ് സജി എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളും ചേരുന്നു. ആദ്യം റിനുവിലേക്കാണ്. റിനു, അവിടെ മേയർ ആര് എന്നത് ഇപ്പോഴും ചോദ്യമായി നിൽക്കുകയാണ്. ശ്രീലയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. തീരുമാനം വൈകുന്നതിൽ അവിടെ ജില്ലാ ഘടകത്തിൽ ചില അതിർത്തികളൊക്കെ ഉണ്ട്. ഇന്ന് തന്നെ ഒരു അന്തിമ തീരുമാനം വരില്ലേ റിനു? തീർച്ചയായും ഹാഷ്മി, വിപ്ലവകരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചടക്കി. പക്ഷേ മേയർ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ഒരു കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി BJPക്ക് കഴിഞ്ഞിട്ടില്ല. നിലവിൽ 2 യാത്ര തന്നെ രാജീവ് ചന്ദ്രശേഖർ നടത്തി. 2ാമത്തെ യാത്ര ഇന്നിപ്പോൾ ഡൽഹിയിൽ പോയിരിക്കുന്നു അദ്ദേഹം. ഇന്ന് ഉച്ചയോടുകൂടി ആരാണ് മേയർ സ്ഥാനാർത്ഥി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം. VV രാജേഷിനാണെങ്കിൽ പോലും മേയർ സ്ഥാനാർത്ഥിയായി BJP മുന്നോട്ട് വെക്കുന്നത് R ശ്രീലേഖയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളൊരു സാധ്യതയും പുറത്ത് വരുന്നുണ്ട്. ഡെപ്യൂട്ടി മേയറായി മഞ്ജുവിനെ, കരവന വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മഞ്ജുവിനെയും രംഗത്തേക്ക് ഇറക്കുവാൻ വേണ്ടി BJP തീരുമാനിച്ചിട്ടുണ്ട്. വലിയ ആശയക്കുഴപ്പം ഇപ്പോഴും BJPക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വലിയൊരു വിജയത്തിലേക്ക് BJP പോയെങ്കിലും മേയർ സ്ഥാനാർത്ഥിയായി ഒരാളെ തീരുമാനിക്കുവാൻ വേണ്ടി BJPക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. VV രാജേഷിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ആദ്യഘട്ടം മുതൽ VV രാജേഷിന്റെ പേരാണ് വന്നതെങ്കിൽ പിന്നീട് ശ്രീലേഖയിലേക്ക് എത്തുന്നു. പക്ഷേ ശ്രീലേഖയെ മേയറാക്കി കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ BJPക്കുള്ളിലെ വിലയിരുത്തൽ. എങ്കിൽ പോലും BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായി ശ്രീലേഖ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ 11 മണിയോടുകൂടി തിരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത്. അതിന് മുന്നോടിയായി ഈ കൗൺസിലർമാരെയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രീതികളൊക്കെ തന്നെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഈ വൈകൽ അത് വലിയ രീതിയിലുള്ളൊരു അതൃപ്തി BJP ജില്ലാ ഘടകത്തിന് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ ഓരോ കൗൺസിലർമാരെയും പ്രത്യേകം ജില്ലാ നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനും ഇരുന്നു കൊണ്ട് വിളിച്ച് ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തുകയും സംസാരിക്കുകയും ചെയ്തു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇവരെല്ലാം തന്നെ, അതല്ലെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായം VV രാജേഷിനാണ് ഉയർന്നത് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. പക്ഷേ R ശ്രീലേഖയെ തന്നെ രംഗത്തിറക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ BJP എത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ഡൽഹിയിൽ വെച്ച് BJP സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പ്രഖ്യാപിക്കുമെന്നുള്ള വിവരമാണ് വരുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.